കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡ ഗാമ. ലിസ്ബണിൽ നിന്നാണ് വാസ്കോ ഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ചത്. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത്. വാസ്കോ ഡ ഗാമ എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അറബികളായിരുന്നു. അറബികളെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്ന ആവശ്യം സാമൂതിരി അംഗീകരിക്കാതിരുന്നതിനെ തുടർന്ന് ഗാമയ്ക്ക് വ്യാപാര അനുമതി നൽകിയത് കണ്ണൂരിൽ കോലത്തിരി രാജാവാണ്. വാസ്കോ ഡ ഗാമയുടെ ആദ്യ യാത്രയ്ക്ക് ചെലവായ തുകയുടെ ഏകദേശം 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ കപ്പലുകളിലാണ് വാസ്കോ ഡ ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കൊച്ചി, ഗോദ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളെല്ലാം പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിനു കീഴിലായിരുന്നു. ഇന്ത്യയിൽ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകം, മാർഗംകളി എന്നീ കലാരൂപങ്ങൾ അവർ പ്രചരിപ്പിച്ചു.